ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുറേ ദിവസങ്ങളായിട്ട് കമൻസിലും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ ആളുകൾ വന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മറ്റൊരു സാഹചര്യത്തിലാണ്, നിങ്ങളോടൊപ്പം ഇല്ല, ഒരു തേർഡ് പാർട്ടിയോടൊപ്പം ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ അവരോടെ കഴിയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനുമായിട്ട് അവർക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നുണ്ടോ, ഇപ്പോഴുള്ള അവരുടെ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോട് ഉണ്ടാകുന്ന മനോഭാവം എന്ന് പറയുന്നത് ഒരു കോൾഡ് നേച്ചറാണ്. അതായത് ഒരു തണുത്ത പ്രകൃതം എന്ന് പറയാം. മൊത്തത്തിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു വൈബ് ആ രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഭൂരിഭാഗം വ്യക്തികൾക്കും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആ ഒരു ശനിദശ എന്നൊരു കാലത്തിലൂടെ ആയിരിക്കാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചിലർക്ക് അവരുടെ ഒരു മഹാദശ തന്നെ ശനിദശയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 7.5 ശനിയോ അല്ലെങ്കിൽ കണ്ടകശനി, അഷ്ടമശനി, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ശനിയുടെ സാന്നിധ്യത്തോടു കൂടിയുള്ള അങ്ങനെയുള്ള ഒരു സമയത്തോടെ ആയിരിക്കാം ആ ഒരു പേഴ്സൻ്റെ ലൈഫ് ഇപ്പോൾ പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്, ആങ്ഷ്യസ് ആയിട്ട് കാണുന്നുണ്ട്, ഡിപ്രസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. മൊത്തത്തിൽ അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ആ ഒരു പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് തന്നെ നിങ്ങളിൽ നിന്ന് അകന്ന മറ്റൊരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക് പോയിട്ടുള്ള പേഴ്സണെ കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഏത് സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്ന് മാറി ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ടാവും. അതും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടാവുമെന്ന് അവരൊരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. സ്വപ്നത്തിൽ പോലും അവർ വിചാരിക്കാത്ത ഒരു കാര്യമാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി അവരുടെ കർമ്മ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കാം. അതായത് അവർ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒരു കർമ്മയോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രീവിയസ് ബർത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള കർമ്മയോ, അങ്ങനെ ഏത് രീതിയിലും ആവാം. അപ്പോൾ ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സമയം തന്നെയാണ് അവരുടേത്. അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷനും സാഹചര്യങ്ങളും ഈ വ്യക്തിയുടെ മാനസികാവസ്ഥയൊക്കെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ മനഃപൂർവ്വം വിചാരിച്ച് പോയതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് പോയതാവാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളെ കുറച്ചധികം വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇമോഷണൽ ട്രോമ തന്ന് പോയിട്ടുള്ളൊരു വ്യക്തി തന്നെ ആയിരിക്കണം. കാരണം ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ അവർ തന്നെ ഒന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് തന്നെ ആ ഒരു സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് പോലെ മനസ്സിലാകുന്നുണ്ട്, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ വെറുതെ വന്നതല്ല, അതിനെന്തോ ഒരു റീസൺ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ അവരിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവർ പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, അതൊരു ഭാരമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് നമുക്ക് ചുമക്കാവുന്നതിലും അധികം ഒരു ഭാരം നമ്മൾ ചുമക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം മെൻ്റലി ഇറിറ്റേറ്റഡ് ആക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ വീക്കായി പോകുന്നതായിരിക്കാം. അപ്പോൾ എങ്ങനെ നോക്കുമ്പോഴും അവർക്കൊട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സഹിക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മൾക്ക് സഹിക്കാവുന്നതിൽ കൂടുതൽ ഭാരം എടുത്ത് നമ്മുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? കുറച്ച് നേരം മുന്നോട്ട് നടക്കാൻ സാധിക്കുമായിരിക്കും, അത് കഴിയുമ്പോൾ നമ്മൾക്ക് വീണു പോകും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം എക്സോസ്റ്റഡ് ആണ് ഈ ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സ് വളരെ അസ്വസ്ഥമായിരിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. അല്ല ഇനി അഥവാ ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുത്താൽ തന്നെ അത് ഉറപ്പിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പം ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ ശരിയാവണമെന്നില്ല, കൂടുതൽ പ്രശ്നങ്ങളിലേക്കായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിലാണ് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡ് ഉള്ളത്.
കാരണം ഒന്നിനും ഒരു ശക്തിയില്ലാത്ത പോലെ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് സ്വയം ഒന്ന് ആലോചിച്ച് ചെയ്യാനുള്ള ഒരു മൈൻഡ് പോലും ഇല്ലാത്ത രീതിയിലാണ് പലപ്പോഴും നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു തേർഡ് പാർട്ടിയോട് ഇത്രയധികം ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു വഴക്കിനോ അല്ലെങ്കിൽ ഒരു ഫൈറ്റിങ്ങിനോ അങ്ങനെയൊന്നും പോയിട്ടില്ല. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം ഒരു അസ്വസ്ഥത അവർക്ക് ഫീൽ ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയെ ചിലപ്പോൾ അവർ എതിർത്ത് പറയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ടാവില്ല. അവരെ ഒന്ന് എതിർത്ത് നിൽക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തുറന്ന് പറയാനോ ഈ ഒരു പേഴ്സൺ മുതിരുന്നില്ല എന്നുള്ളതാണ്. അതിന് പല റീസൺസ് ഉണ്ടാവാം. ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ അവരുടെ മൈൻഡിന് അത്ര ക്ലാരിറ്റി ഇല്ലാതെ ആകെ ഒരു മാനസിക സംഘർഷത്തിൽ പെട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഇവർ ഊരി പോരുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ സഫർ ചെയ്യേണ്ടി വരുന്ന ഓർത്തിട്ടായിരിക്കാം. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത്രയധികം ഒരു സ്ട്രോങ് ഫീലിംഗ്, ആ ഒരു സ്ട്രോങ് ഇമോഷൻസ് ഇവർക്ക് ഉണ്ടായിട്ട് പോലും ഇവർക്ക് അവരുടെ മുൻപിൽ അത് പറയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ട് ഇവരുടെ ഉള്ളിലുള്ള അഭിപ്രായം മുഖത്ത് നോക്കി അവരോട് പറയുന്നില്ല എന്നുള്ളതാണ്. ഇത് ഇവർ ഹൈഡ് ചെയ്യുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സഫോക്കേഷൻ മുഴുവൻ ഇവർ ഒറ്റയ്ക്ക് ചുമക്കുന്നു, തുറന്ന് മറ്റാരോടും സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു എതിർപ്പുണ്ടെങ്കിൽ അത് അവരോട് പറയാനായിട്ട് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവരുടെ ഫാമിലി ആയിരിക്കാം. കാരണം നമ്മളുടെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ ചിലപ്പോൾ എതിർത്ത് പോരണ്ട, അല്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ച് കളയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ പലപ്പോഴും മൗനമായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയധികം അവർ കാണിക്കുന്ന പ്രവർത്തികളോട് ഒരു എതിർപ്പുണ്ടായിട്ട് പോലും പറയാതിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു തരത്തിൽ അത്രയധികം ആത്മബന്ധമുള്ള ഒരു വ്യക്തിയായിരിക്കാം ആ ഒരു സൈഡിൽ നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവരെ ഇമോഷണലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ എന്തോ ഒരു തക്കതായ റീസൺ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർക്കത് ബ്രേക്ക് ചെയ്ത് വരാനായിട്ട് സാധിക്കാത്തത്. പക്ഷേ നമ്മൾക്ക് പലപ്പോഴും മനുഷ്യന് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് നമ്മുടെ ഉള്ളിലൊന്നും പുറമെ മറ്റൊന്നും. ഈ ഒരു തരത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും കീഴിൽ നിൽക്കുന്നു, നമ്മുടെ ഫാമിലി പോലും ആവണ്ട, നമ്മൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു, നമുക്ക് ഒരുപാട് അമർഷമുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് പരാതികളുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് നമുക്കത് അവരോട് ഓപ്പണായിട്ട് പറയാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ നമ്മളുടെ സാലറി കുറയുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം നമ്മളത് പറയാത്തത്, അല്ലെങ്കിൽ നമ്മുടെ ജോലി പോകുന്ന ഓർത്തിട്ടായിരിക്കാം. പക്ഷേ നമ്മൾ സഹിച്ച് പിടിച്ച് ജീവിക്കുകയാണ്. ഒരു ദിവസം നമ്മൾ എല്ലാ കാര്യങ്ങളും മറന്ന് നമ്മൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവരുടെ ഒരു എന്താ പറയുക മൈൻഡ് സെറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് അമർഷമുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്ത് പറയണം. ആ ഒരു വ്യക്തിയോടാണെങ്കിലും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരണം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങിപ്പോരണം എന്നായിരിക്കാം ഒക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒതുക്കുന്നു, ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഭയന്നിട്ടാവാം, അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ മുറിച്ച് കളയേണ്ടി വരുമെന്ന് ഓർത്തിട്ടായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അത്തരത്തിൽ മറ്റാരോടും ഇതൊന്നും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു ലൈഫിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കിപ്പോൾ കോൺടാക്റ്റ് ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളൊരു നോ കോൺടാക്ട് സിറ്റുവേഷനിലോ ബ്രേക്കപ്പിലോ ഒക്കെ ആയിരിക്കും. കാരണം ഇവർക്ക് ഒന്നിനും ഇപ്പോൾ നിങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്താണെന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാനായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലല്ല, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ ഒരു ലെസ് കോൺടാക്റ്റ് എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ട് ഇപ്പോൾ നോ കോൺടാക്റ്റിലേക്ക് പോയതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും മെസ്സേജസോ കാര്യങ്ങളോ ഒക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ സീനാക്കി പോകുന്നുണ്ടാവാം, ഒരുപക്ഷെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. കാരണം ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തി എന്ന് തന്നെ വേണമെങ്കിൽ ഇവരെക്കുറിച്ച് പറയാം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങിപ്പോരണം, അല്ലെങ്കിൽ അത് അത്രയധികം ഒരു ഫ്രസ്ട്രേഷൻ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവരവിടെ കടിച്ചു പിടിച്ച് നിൽക്കുന്നു. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ മൈൻഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങളോടൊപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു ഗിൽറ്റ് കാർഡ് പോലെ ഒരുപാട് കുറ്റബോധമായിട്ടാണ് ആ ഒരു പേഴ്സൺ നടക്കുന്നത്. അപ്പം അത്രയധികം ഒരു ഗിൽറ്റ് ഫീലിംഗ് ഈ ഒരു പേഴ്സൺ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അത്തരത്തിൽ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്നേഹത്തിന് പകരമായിട്ട് ഇവർ തന്നിട്ടുണ്ടാവുന്നത് ചിലപ്പോൾ ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളായിരിക്കാം. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് തന്നെ ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ളൊരു സ്നേഹമോ അല്ലെങ്കിൽ മിസ്സിങ് ഫീലിങ്ങോ ഇതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരുപടി മേലെ എന്ന് വേണമെങ്കിൽ പറയാം, ഒരുപാട് കുറ്റബോധം ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് പർപ്പസ്ഫുള്ളി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരാളായിരിക്കാം. അത് നിങ്ങൾക്കും അറിയാമായിരിക്കാം, ഈ ഒരു പേഴ്സണും അറിയാമായിരിക്കാം. ആ ഒരു ചീറ്റിംഗ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നടന്നിട്ടുണ്ട്. അതായത് ചില കേസുകളിൽ നമുക്ക് ചീറ്റിംഗ് എപ്പോഴും ചീറ്റിംഗ് തന്നെയാണ്, അതിന് പ്രത്യേകിച്ച് ന്യായീകരണമൊന്നുമില്ല.
പക്ഷേ എങ്കിലും ചിലർക്കെങ്കിലും സാഹചര്യം കൊണ്ട് ആ ഒരു രീതിയിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് പേർക്കെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കില്ല, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ വേദനിപ്പിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ള വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ അവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു ലക്ഷ്യമായിരിക്കാം. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മോഹിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങളെക്കാൾ കുറച്ചും കൂടി നല്ലതാണ് അപ്പുറത്ത്, ആ ഒരു ഗ്രീനറി സൈഡ് നോക്കിപ്പോയ ആളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഗൂഢലക്ഷ്യം വിചാരിച്ച് അപ്പുറത്തേക്ക് പോയിട്ടുള്ള വ്യക്തിയാവാനും മതി. കാരണം അത്രത്തോളം ഒരു ഗിൽറ്റി ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് ആ ഒരു ഗിൽറ്റ് ഉണ്ടാവാനുള്ള കാര്യം എന്ന് പറയുന്നത് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മെൻ്റൽ ട്രോമ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷണൽ പെയിൻ, ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴാണ് അവർക്കൊരു വീണ്ടും വിചാരം വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ശനിയുടെ ഏതെങ്കിലും ഒരു അപഹാര കാലഘട്ടത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ശനി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സമയത്തിലൂടെയൊക്കെയാണ് ഇവർ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സഫറിങ് എന്ന് പറയുന്നത് അവരുടെ ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ശനി എന്ന് പറയുന്നത് തന്നെ നീതിദേവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചതിയിലൂടെ എന്തെങ്കിലും നേടിയിട്ടുണ്ടാവാം, ഇതെല്ലാം നമുക്ക് ആ ഒരു സമയത്ത് നഷ്ടമായി തീരും. അതായത് അർഹതയില്ലാത്ത എന്ത് കാര്യങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ടെങ്കിലും അത് നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളുടെ സ്വൈര്യവും മനസ്സമാധാനവും എല്ലാം ആ കൂട്ടത്തിൽ പോവും. അപ്പോൾ അതുപോലെയുള്ള ഒരു കാലഘട്ടത്തിലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ മനസ്സിൽ ആ ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്, ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്, നിങ്ങളോട് ചെയ്ത ആ ഒരു കാര്യത്തിന് പകരമായിട്ടാണോ ഞാനിത് അനുഭവിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ ഈ ഒരു പേഴ്സൺ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു കുറ്റബോധം എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരുപാട് ജീവിതാനുഭവങ്ങൾ അവരുടെ ലൈഫിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ ഓർത്ത് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയതിൽ ആ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവർ കാരണം തന്നെയാണ് നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഉണ്ടായിട്ടുള്ള സ്ഥിതിയെല്ലാം ഇവരായിട്ട് വിളിച്ചു വരുത്തിയതാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർക്ക് തന്നെ അറിയാം ഇത് മുഴുവൻ ഞാൻ കാരണം ഉണ്ടായതാണ്, ഞാനന്ന് കുറച്ച് വിവേകത്തോടെ പെരുമാറിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, ഇപ്പോൾ എല്ലാം കൈവിട്ട് പോയി എന്നുള്ളൊരവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മിസ്സിങ് ഫീൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു സ്നേഹമായിക്കോട്ടെ, എല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സ്കിസോഫ്രീനിയ എന്നുള്ള കാർഡ് എക്സാക്ട്ലി അവരുടെ ഒരു സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരറ്റത്ത് നിന്ന് മറ്റൊരു അറ്റത്തേക്ക്, ഇവിടെ നമ്മൾ കാണുന്ന ആ ഒരു 2 ബിൽഡിങ്ങിനിടക്ക് തൂങ്ങിക്കിടക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഇമേജാണ്. അതുപോലെയാണ് അവരുടെ ഒരു മൈൻഡ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് എന്ന് തന്നെ പറയാം. അതായത് എപ്പോൾ വേണമെങ്കിലും കൈവിട്ട് കഴിഞ്ഞാൽ താഴെ പോവാം. അപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബോർഡറിൽ അവർ നിൽക്കുകയാണ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഒരു വശത്ത് നിന്ന് അപ്പുറത്തെ വശത്തേക്ക് ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ അത് ക്രോസ് ചെയ്യാനായിട്ട് സൂക്ഷിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൈവിട്ട് പോകുന്നൊരു പണിയാണ്. ആ ഒരു രീതിയിലാണ് അവരുടെ മൈൻഡ് ഉള്ളത്. അപ്പോൾ അവർ ആ ഒരു അറ്റത്ത് നിന്ന് നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അക്കരെ പച്ച കൊണ്ട് പോയൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സ്വഭാവം, അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇവരൊട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായിട്ടുള്ള ആ ഒരു തകർച്ച, ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ സൈഡിൽ നിന്നുണ്ടായ തകർച്ചയായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുള്ള തകർച്ചയായിരിക്കാം. അതെല്ലാം കണ്ട് മടുത്ത് എത്രയും വേഗം നിങ്ങളിലേക്ക് ഓടിയെത്തണം എന്നാണ് അവരുടെ മൈൻഡ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ഞാണിന്മേൽ കളി തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള ഒരു മിക്സ്ചറാണ്. അവിടെ ഇമോഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫിസിക്കലി ഉള്ള കാര്യങ്ങളുണ്ട്, മെൻ്റലി ഉണ്ട്, നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്, കെയറിങ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോടൊരു റെസ്പെക്റ്റ് ഉണ്ട്, നിങ്ങളവർക്ക് മാപ്പ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ സമ്മിശ്ര വികാരങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നിങ്ങളോട് ഒന്ന് പറയണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഓൺ ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കുന്ന ഒരു ബ്ലോക്കേജ് എന്താണോ അത് മാറ്റി അവർക്ക് പുറത്ത് വരാനായിട്ട് സാധിക്കണം. ഒരുപാട് മെൻ്റൽ ബ്ലോക്കേജിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. അതുകൊണ്ടാണ് അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ്, അല്ലെങ്കിൽ ഇങ്ങനെ ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്നത്. ഒരു കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിപ്രഷൻ മോഡലായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ശനിയായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളുടെ മനസ്സിനൊരു വ്യക്തത കിട്ടാതിരിക്കും, അല്ലെങ്കിൽ വളരെയധികം നമ്മൾ എന്താ പറയുക, എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കില്ല മൈൻഡ്, എപ്പോഴും ഒരു ചഞ്ചലമായിട്ടുള്ള മൈൻഡിലൂടെ ആയിരിക്കും നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു സ്ഥിരത വരാത്തതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഒരു ഗഡ്സോടുകൂടി തീരുമാനം എടുക്കാൻ പറ്റാത്തതിൻ്റെയൊക്കെ കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അതുപോലെ കുറച്ചധികം വ്യക്തികൾക്കെങ്കിലും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം, സോൾമേറ്റ് ആയിരിക്കാം, സോൾ ടൈ ആയിരിക്കാം,
കാർമികമായിരിക്കാം, ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികൾ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബോണ്ടിങ് ചിലപ്പോൾ രണ്ടുപേർക്കും ഉണ്ടാവാം. പരസ്പരം കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത്ര നല്ലതല്ല, അല്ലെങ്കിൽ അവർ മാനസികമായിട്ട് ഹാപ്പി അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അതുപോലെ നിങ്ങളുടെ ഒരു മൈൻഡ് എങ്ങനെയാണെന്നുള്ളത് ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഒരു പക്ഷേ നിങ്ങൾ ചീറ്റ് ചെയ്തൊക്കെ പോയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ടാവാം. അതായത് ഇനി എനിക്ക് ഇതിനകത്ത് വേണ്ടി കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൻ്റേതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് പേരെങ്കിലും ഈ ഒരു പേഴ്സണെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ തിരിച്ച് വന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, രണ്ട് വർത്താനം പറയാറുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ഇങ്ങോട്ട് വരണം, പക്ഷേ ഇനി വരുമ്പോൾ എനിക്കായിട്ട് തന്നെ അവരെ തിരസ്കരിച്ച് വിടണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു റീഡിങ് കാണുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു മൈൻഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, നിങ്ങൾ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്, നിങ്ങൾക്കിനി മുൻപോട്ട് പോകണ്ട, പക്ഷേ നിങ്ങളായിട്ട് തന്നെ അതിനുള്ളൊരു മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ കൂടുതൽ വ്യക്തികളും ഈ ഒരു പേഴ്സൺ തിരിച്ച് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിന് ഒരു മാപ്പ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സുണ്ടാവുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ ഈ വ്യക്തികളുടെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മൈൻഡ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അവർക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സമയം വരും, ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം എന്നുള്ള ആ ഒരു പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം അവരുടെ മൈൻഡിൽ ഒരുപാട് സ്ട്രെസ്സും ട്രോമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇതൊരു റൈറ്റ് ടൈം അല്ല എന്നാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ കുറച്ച് സമയം വേണമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് എങ്ങനെ ഊരിപ്പോരും എന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം. നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു എങ്ങനെ വേണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു റൈറ്റ് ടൈം വരട്ടെ, അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഊരിപ്പോരാം എന്നുള്ളൊരു ചിന്തയിലാണ് ആ ഒരു വ്യക്തിയുള്ളത്. പക്ഷെ അവർക്കൊരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഈ ഒരു വ്യക്തി ഇനി ഏതൊരു സമയത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാലും അവരൊരുപാട് പ്യൂരിഫൈ ആയിട്ടാണ് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള കുറ്റങ്ങളോ കുറവുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥമോഹമായിട്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചേഞ്ചസോടുകൂടി മാത്രമായിരിക്കാം അവരിന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. അല്ലെങ്കിൽ അത്രയധികം ഒരു മാറ്റം യൂണിവേഴ്സായിട്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലേക്ക് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്രയധികം പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവർക്കൊരു വേദന വരുമ്പോഴാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ സമ്മാനിച്ചിട്ടുള്ള വേദന തന്നെയാണ് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കുറ്റബോധമൊക്കെ അവർക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് അവരിങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വന്നപ്പോഴാണ്. അല്ലാതെ അവർ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നിങ്ങളെക്കുറിച്ച് ഈ ഒരു രീതിയിൽ ചിന്തിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് എപ്പോഴാണെന്നുണ്ടെങ്കിലും ഒരുപാട് മാറ്റങ്ങളോടുകൂടി, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഒരു മനുഷ്യൻ്റെ ഇമോഷൻസിൻ്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമായിരിക്കും അവർ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്ന പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ സ്ലോ ബട്ട് സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എനർജി കുറച്ച് സ്ലോ ആണ്, കുറച്ച് ആലോചിക്കുന്നുണ്ട്, വരാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും ചില തടസ്സങ്ങൾ മൂലം സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം മാറി ക്ലിയർ ചെയ്ത് ചിലപ്പോൾ കുറച്ചുകൂടി അനുഭവിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ കാണും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു കർമാസ് മാറി നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടൊരു കമ്മിറ്റ്മെൻറ്റോടു കൂടി ആയിരിക്കും ആ ഒരു പേഴ്സൺ വരുന്നത്. അപ്പോൾ ചില ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും പഴയതുപോലെ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടർ കാണിക്കുക എന്നുള്ളതിനേക്കാളും നല്ലത് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സാഹചര്യമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് പഠിപ്പിച്ചു കൊടുത്ത് ഓരോ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കുക എന്ന് പറയില്ലേ. നമ്മളെപ്പോഴും നമ്മൾ കേൾക്കുക അല്ലെങ്കിൽ കാണുകയോ ചെയ്തിട്ട് പഠിക്കില്ല, നമ്മൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവണം. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പാഠം പഠിച്ചു വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള തീവ്രത ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്നത് തന്നെയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു നോ കോൺടാക്ട് സിറ്റുവേഷനിലാണോ, ഈ ഒരു വ്യക്തി നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടാണോ കടന്നു പോയിട്ടുള്ളത്, ഇപ്പോൾ യാതൊരു കോൺടാക്റ്റും ഇല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണോ? കാരണം ഇവരുടെ ഒരു വേദനയും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ അത്രത്തോളം സന്തോഷത്തിലല്ല എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല. പിന്നെ നമ്മൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി കൂടി നോക്കിയിട്ടുള്ളതുകൊണ്ടാണ് ക്ലൂസ് എടുക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണിത്, അല്ലെങ്കിൽ അവരാണ് നിങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്,
നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.